Hi guys, welcome to Welcome to Tea. Nice to meet you. welcome to the another day of Mumbai. Last Final day. Final day of Mumbai. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാ. രാവിലെ രാവിലെയല്ല. ഉച്ചേകാലായി. ഉച്ചകാല് 12:15 12:15 12:28. നമ്മളെന്താ പറഞ്ഞത് തന്തൂർ റൊട്ടിയും എന്തോ ഒരു ഗ്രേവിയും അതിൽ കിട്ടാൻ കഴിച്ചാൻ പറ്റാത്ത പേരുള്ള ഒരു ഗ്രേവിയും പറഞ്ഞു. അപ്പൊ അതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. ഇന്നത്തെ പ്ലാൻസ് എന്താ പറയോ? ഇന്ന് നമ്മൾക്ക് ഒരു പ്ലാൻ ഉണ്ട്. ഏതെങ്കിലും ഒരു മാള് കയറണം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിന്ന് ഇന്നത്തെ മെയിൻ പരിപാടി അഫ്ലന്റെ ഒരു ഫാനുകൾ നമ്മൾ കാണാൻ പോകും. അഫ്ലന്റെ ഒരു ഫോളോവർ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ആളെ കാണാൻ പോവാം. വേറെ പരിപാടി ഒന്നും ഇല്ലെന്ന് സത്യം പറഞ്ഞാല്. പിന്നെ അതൊരു പരിപാടി ആക്കാമെന്ന് വിചാരിച്ചു അല്ലേ. അപ്പോ അതാണ് ഇപ്പൊ ഇന്നത്തെ പരിപാടി. ഫ്ലൈറ്റ് 7:00. നമ്മളൊരു 7 മണിക്ക് എയർപോർട്ടിൽ അല്ല 8:30 7 മണിക്ക് എയർപോർട്ടിൽ പോകണം. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു ഗൈസ്. ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കുർള കരിഷ്മ ഡാബ. ഇനി ഞങ്ങൾ കുർളയുടെ സ്വന്തം റെസ്റ്റോറൻറ്റ് പണിയെടുക്കുന്ന റെസ്റ്റോറൻ്റ് ആണ്. അവിടെ പോയി ലഗേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നേരെ ബാന്ദ്ര പോകും. ടു സീ അല്ല ഇവന്റെ ഫോളോവർ. വേറെ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. വേണമെങ്കിൽ നമുക്കൊരു സ്ഥലം അറിയില്ല. കുടുങ്ങി ഗൈസ്. തുറക്കെ ഒറ്റക്കൊന്നും തുറക്കാൻ പറ്റില്ല. ഞങ്ങൾ കരിഷ്മ ധാബയാണ് അതെ ഇവിടെ തുറക്കാം. നമ്മളെ സ്വന്തം കടയാണ്. പക്ഷെ ഇതിന്റെ ആള് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ഞങ്ങൾ തന്നെ തുറക്കാന്ന് വിചാരിച്ചു. ഇവിടെ തന്നെടാ. അവിടെ ഇപ്പുറത്ത് തുറക്കാം. വാ തുറക്കാം. ഈ അമരേ അല്ല പിന്നെ ഏതാ മൂട്. പറ്റിച്ചേ അധികം. അതെ അതെ ഞങ്ങൾ ലഗേജ് അവിടെ വെക്കണില്ല. ലഗേജ് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ ഇങ്ങോട്ട് തന്നെ റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് പിന്നെ ഇത് എടുത്താണ് പിന്നെ അങ്ങോട്ട് തന്നെ പോകണം. ട്രിപ്പിൾ പണിയാണത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ലഗേജ് ക്യാരി ചെയ്തുകൊണ്ട് തന്നെ ബാന്ദ്ര പോവാം. ദാറ്റ്സ് ബെറ്റർ. അതാവുമ്പോൾ ബാൻഡ്രയ്ക്ക് അവിടെ നിന്ന് തന്നെ നേരെ സ്ട്രൈറ്റ് എയർപോർട്ട് പോകാൻ പറ്റും. അഥവാ മാളിൽ പോവാണെങ്കിൽ മാളിൽ വെക്കാം. ഒരു മാള് കിട്ടിയാലും അവിടെ സൂപ്പർ മാർക്കറ്റിൽ വെക്കാലോ, ഹൈപ്പർ മാർക്കറ്റിൽ വെക്കാലോ. അപ്പം അങ്ങനെയാണ്. ഓക്കെ ഞങ്ങളങ്ങനെ ബാന്ദ്രയിലെത്തി. ഒരു നല്ല നാട്ടിലെത്തിപ്പോ. ഇവിടെയാണ് അവര് വരാന്ന് പറഞ്ഞല്ലേ. നോക്കി നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ദം. ഓ നല്ല പൊരം വെയിലുമാണ്. കണ്ണാണ്ടില്ല. നോക്കട്ടെ ഗൈസ്. ലെറ്റ് us find them. ടിക്കറ്റ് കൗണ്ടർ ഗൈസ്. അങ്ങനെ ആദ്യമായി അഫ്ലന്റെ ഒരു ഫോളോവർ നമ്മൾ കാണാൻ പോകുക. അല്ല ഒരിടം കണ്ടില്ല നമ്മൾ മണ്ണാർക്കാട് നിന്ന്. അപ്പോൾ രണ്ടാമത്തെ ഇറ്റ്സ് സെക്കൻഡ് ടൈം ഗൈസ്. ഇനി എന്തെല്ലാം കാണാൻ കിടക്കണല്ലേ. പിന്നെ അല്ല അതാണ് ആള്. അടുത്ത പ്രാവശ്യം വരുമ്പോ ആള്. ഹായ്. അല്ലല്ല വ്ളോഗാ. നിങ്ങളിപ്പം ബർഗറിങ്ങില് വർത്താനം പറഞ്ഞിരിക്കാൻ വിചാരിച്ചു. നല്ല തിരക്കില്ലേ. എന്ത് ചെയ്യും? വ്ളോഗല്ല. അടുത്ത ആളെത്തി ഗൈസ്. ദോ ആദ്മിയെ രണ്ട് ഫാൻസ്. ലാപ്ടോപ്പിന്റെ അവിടെ ഓർഡറിങ്ങിലാണ്. എന്താണ് ഓർഡർ ചെയ്യുന്നത്? ബർഗർ. ഇവിടെ ഫോണിലാണ് ഓർഡർ ചെയ്യുന്നത് മൊത്തം. അവിടെ പോയി ഓർഡർ ചെയ്യാൻ സമ്മതിക്കണില്ല അവർ. അവിടെ പോയി ഓർഡർ ചെയ്താൽ അവർ പറയാണ് ഫോണിൽ ഓർഡർ ചെയ്യാൻ. ഇയാള് ഫോട്ടോത്തെ കാണുന്ന പോലെയേ അല്ലട്ടാ. അല്ലേ ഇയാള് ഫോട്ടോത്തെ കാണുന്ന പോലെയല്ല. കൂടെ ഒരു പട്ടി ഉണ്ടല്ലോ. അത് കറക്റ്റാ. ഞങ്ങളെ ജുഹു ബീച്ച് കൊടുന്നു. ഫ്ലൈറ്റ് ഇപ്പം എടുക്കും. ഫ്ലൈറ്റ് എപ്പോഴാ? ഫ്ലൈറ്റ് 8:30 മണിക്കാണ്. നമ്മളിപ്പോൾ എത്ര മണിയായി? 6:45 ആയി. നമുക്കൊരു 15 അരമണിക്കൂർ കൊണ്ട് എയർപോർട്ടിൽ വിചാരിക്കണം അല്ലേ. ഫൈനൽ സ്റ്റോപ്പ് ജുഹു ബീച്ച് അല്ലേ അല്ലേ ഗൈസ്. നോക്കട്ടെ.
ഇത് വെച്ചോ, ഇത് കഴിക്കും. No, I will not keep this. ബാക്കി എന്ത് പകുതിയില്. ഹലോ എൻ്റെ കയ്യിലുണ്ട്. അറിയാവുന്ന ഒരു പാട്ട് എന്നാ പാടാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്. അതെ നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ, അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോ. നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. പിന്നോട്ട് നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവനിലെ വിറയായ നീ, അന്നെന്റെ ഉൾച്ചുണ്ടിൽ ജാമീൻ അയലിൻ്റെ ആയങ്ങളിൽ. ഗൈസ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പറ്റും. ബൈ. ഞങ്ങൾ ഇവിടെ എത്തി. 7:30 മണിയായില്ലേ. ഫ്ലൈറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു, അല്ലാണ്ട് എവിടെ പോകാൻ. ഗൈസ് ഞങ്ങൾ ഓടിപ്പാഞ്ഞ് ഞാൻ കയറുന്ന കിട്ടണം കേട്ടോ. മുംബൈയിലൂടെ ഓടിപ്പാഞ്ഞ് അരെ മോറെടുക്കാൻ ശരി, ജസ്റ്റ് മിസ്സാണ്. ആ ടിക്കറ്റ് അഞ്ച് കൊടുത്തോ. 2090 അയ്യോ കിട്ടി ഗൈസ്, ഫ്ലൈറ്റ് കിട്ടി ഗൈസ്. ഒരു വിധം കിട്ടിച്ചു, അല്ലാതെ എന്താ പറയാ. ഇതാണ് ഞങ്ങൾ പോണ ഫ്ലൈറ്റിന്റെ ഫോട്ടോ ഒന്നും എടുത്താളോ. ഓ ഞാൻ ഒട്ടിച്ചൊക്കെ പറയാം, ടാപ്പൊക്കെ ആയിട്ട്. എവിടെ? അതാ അമ്മേ അത് സെല്ലോ ടാപ്പാ ആണ് തോന്നുന്നു. ഇന്ന് അടിപൊളി ആയിരുന്നില്ലേ? പക്ഷെ കുറച്ച് ലാഗായി. എന്ത് വാങ്ങിയെന്നറിയാം. ഇത് വെച്ചോ, ഏതെങ്കിലും ഒന്ന് വെക്കും. ഇത് അഫ്ലാണ്. അതൊന്നും കുഴപ്പം. ഞാൻ റിസാൻഡ് വെച്ചിട്ടാ കയറിയത്. അച്ഛനല്ലേ നിങ്ങൾ ശീലമുള്ള ആളല്ലേ. സീറ്റ് ഫുള്ളായിക്കണോ? നിൽക്കേണ്ടി വരുമോ? ഏടാ കമ്പി പിടിച്ചേക്കേണ്ടി വരുമോ? എടാ നടുവിൽ ലീക്കൊക്കെ ഉണ്ടല്ലോ, വെള്ളമൊക്കെ തെറ്റിന് സെന്ററിൽ. ലൈവാണ് അപ്പ. ഞങ്ങൾ സീറ്റ് നോക്കട്ടെ. ഗൈസ് അങ്ങനെ ലാൻഡായി. ഞാൻ എൻ്റെ അടുത്ത് ഫ്രണ്ടിൽ പെട്ടു. ഗൈസ് എന്തോ ഭാഗ്യത്തിന് ഫ്ലൈറ്റ് ഇട്ടില്ലേ. ഇപ്പം വേറെ സീറ്റും ഞാൻ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഇനി ബാക്കി സെറ്റ് ചെയ്തിരാ. ഞാൻ തോറ്റു വരില്ല. ഓക്കെ ഞങ്ങൾക്ക് ലേറ്റ് ആയി. ലഗേജ് അതിലുണ്ടാവും. മറ്റേ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു. ഫുൾ അറിവറിയിൽ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു. പ്ലീസ് അവിടെ വേറെ ഏതോ ഫാമിലി അവിടെ അടി ഉണ്ടാക്കണ്ടേ. അവർ കയറിയിരിക്കണം എന്തായാലും. അവർക്ക് എന്താ ലഗേജ് ഫുള്ള് ഔട്ടർ എടുത്തത്. അതിന്റെ കക്കൂസ് ഫ്ലഷ് അടിക്കുന്ന സൗണ്ട് ഫുള്ള്. ഇതാണ് ബാത്റൂം പോയില്ലേ. ഓ മൈക്ക് അടക്കണല്ലേ. ഹലോ ഗൈസ് ആ മൈക്ക് ഓഫ് ആക്കുന്നത്. ഇല്ല അതിപ്പോ കിട്ടും. ഞങ്ങളിതാ പുറത്തിറങ്ങണേ. എവിടെ എങ്ങോട്ട് വാ. ഗൈസ് അങ്ങനെ ഓടിപ്പടഞ്ഞ് നമുക്ക് ഫ്ലൈറ്റ് കിട്ടി. ഈ തെണ്ടിനെ കൊണ്ട് ഫ്ലൈറ്റ് ജസ്റ്റ് മിസ്സാണ്. നമ്മളെ മിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് കയറാൻ പറ്റൂല, തിരിച്ചു പോയിക്കോളി തന്നെ പറഞ്ഞു. കുറെ റിക്വസ്റ്റ് ചെയ്തിട്ട് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു. ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു. എന്നിട്ട് കിട്ടിയതാണ്. എന്തോ അതിന് കിട്ടി. അതും ഒരു വിൻഡോ സീറ്റ് തന്നെ കിട്ടി ചെയ്തിട്ടോ. അങ്ങനെ വേറെ സീറ്റിലായിരുന്നു. അല്ല ഒരു സീറ്റിൽ വേണ്ട കൂടി ഏത്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ വ്ളോഗുകളൊന്നും ഉണ്ടാവില്ല. ഇത്ര തന്നെ 5 ദിവസം കിട്ടിയോണ്ട് എടുത്തുന്നുള്ളൂ. വേറെ എക്സ്ട്രാ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. വേറൊരു നാടായതുകൊണ്ട് കൂടിയാണ് നമ്മൾ. അതെ നമ്മളിവിടെ ഇങ്ങനെ വ്ളോഗ് ചെയ്ത് നമ്മള് ബാരാദാരി റെസ്റ്റോറന്റ്, ഷിംല റെസ്റ്റോറന്റ്, ഫുൾ ധാബകളിലൊക്കെ ആയിരുന്നു ഫുള്ള്. അങ്ങനെ ദാറ്റ്സ് ദ തിങ്. അപ്പൊ ഇനി വ്ളോഗിന്റെ അടുത്ത വ്ളോഗ് എന്താ വരാന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. കണ്ടന്റ് എന്താ നോക്കാം. പിന്നെ 11-ാം തീയതി പരിപാടി ഉണ്ട്, പറ്റുന്നവരൊക്കെ കാണാൻ വരിക. അപ്പൊ തന്നെ വ്ളോഗ് വരുന്നത് എനിക്കോ തന്നെ സൈനിങ് ഓഫ് അല്ല. അപ്പൊ താത്താനും അളിയനും കാണിച്ചു കൊടുക്കാം. എല്ലാരും വന്നിട്ടുണ്ട്. കുടുംബത്തോടൊക്കെ വന്നു ഞങ്ങൾ എടുക്കാൻ. പക്ഷെ എന്തിനും വന്ന് ഞങ്ങൾ എടുക്കാൻ വന്നില്ല. ഒരാൾ ഇറക്കാൻ വന്നതാ, ലണ്ടൻ ഇറക്കാൻ വന്നതാ. നമ്മളത് 2 പർപ്പസ് ആണ് ഉണ്ടായിരുന്നത്. മമ്മാക്കാനെ കണ്ടോ?
മമ്മാക്ക guys, അവിടുത്തെ പറഞ്ഞാട് പോണം ഫ്രണ്ടിൽ. എവിടെ അളിയനും എവിടെ മമ്മ? അതാണ് മമ്മാക്ക നമ്മളവിടെ ദാബിയിലുണ്ടായിരുന്നു. എന്തിനോ എടാ ഔട്ടർ എവിടെ? അല്ല ഔട്ടർ അല്ല, ഔട്ട് എവിടെ? എക്സിറ്റ് അല്ലേ ഉമ്മക്ക? ഞങ്ങള് ഇറങ്ങട്ടെ. അളിയനും താത്തിയും എല്ലാരും ഉണ്ട് ഇവിടെ. എന്റെ എളാപ്പാവന്റെ മോനെ ആക്കാൻ വന്നോണ്ടേ ഇവരെല്ലാരും ഇവിടെ ഉണ്ട്. അവന് ലണ്ടനിലോ, അവന് 2 വരുമ്പോള്ളൂ. ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങളെങ്ങനെ? ആ ശരി. ഞാൻ ഇവിടെ റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വന്നാൽ മതി. ഓക്കെ ശരി. നിങ്ങളെ പേര്? ഋഷിൻ. ആ ഓക്കെ. ഞങ്ങൾ ഇറങ്ങി. ഓനതിന്റെ ആളാണ്. ഓനൊരു കോണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നടക്കണം. നമ്മക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ. തിരിച്ചു വരുമ്പോ കാണാൻ പറ്റില്ല എന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് എന്നാല് താത്താളിന്റെ എവിടെ? താത്താളിന്റെ ക്രിസ്റ്റ അല്ലെങ്കിൽ വെർച്ചസ് ഉണ്ടാവും. Guys, we got the tata. Hi guys. എന്താണ് Hi, assalamu alaikum. ഡ്രൈവർ സാൽമനിലേക്കോ? എവിടെ സിറാജ്? ഇതെന്താ സ്ത്രീകളൊക്കെ ഫ്രണ്ട് കയറി ഇരിക്കണം? പ്രായമുള്ള 2 ആണുങ്ങൾ ഇരിക്കണില്ലേ? ഇറങ്ങി ഇറങ്ങടി. ഇറങ്ങണം. എന്നാ സാധനം കയറ്റാ. Okay guys, bye.